പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമാണ് ഭാരതീയ ജനതാ പാർട്ടി നേടിയത്. ചരിത്ര വിജയത്തിന് പിന്നാലെ സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ സാമുദായിക ചർച്ചകൾക്ക് ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ്. അതായത് വർഷങ്ങളായി തന്നെ അടഞ്ഞു കിടന്നിരുന്ന അവിടുത്തെ ഒരു ക്ഷേത്രം, അവിടെ പ്രസക്തമായ ഒരു ക്ഷേത്രമാണ് ദുർഗാ ക്ഷേത്രം. അവിടെ ഭക്തർക്കായി തന്നെ ഈ ക്ഷേത്രം വീണ്ടും തുറന്നു കൊടുത്തിരിക്കുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ശ്രദ്ധേയമായ കാര്യം. ഈ ഒരു നീക്കത്തിന് ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം കയ്യടികൾ അർഹിക്കുന്നു എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിരിക്കുന്നത്. പ്രാദേശിക തർക്കങ്ങളും ഭരണഘടനാപരമായ നിയന്ത്രണങ്ങളും കാരണം നീണ്ടുനിന്ന അടച്ചിടലിന് ഒടുവിലാണ് ഈ ഒരു നടപടി സ്വീകരിക്കേണ്ടി വന്നിരിക്കുന്നത്. പശ്ചിമ ബർധാമൻ ജില്ലയിലെ 9 സീറ്റുകളിലും BJP സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിന് പിന്നാലെയാണ് നാട്ടുകാരുടെ ദീർഘകാലമായുള്ള ഈ ഒരു ആവശ്യം അവിടെ സഫലമായിരിക്കുന്നത്. അസൻസോൾ നോർത്തിൽ നിന്നുള്ള BJPയുടെ പുതിയ MLA കൃഷ്ണേന്ദു മുഖർജിയുടെ നേതൃത്വത്തിൽ 100 കണക്കിന് ഭക്തരും പ്രവർത്തകരും ചേർന്നാണ് ഈ ക്ഷേത്രത്തിന്റെ വാതിൽ തുറന്നത്. തിരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വന്നാൽ ക്ഷേത്രം വർഷം മുഴുവൻ തുറന്നു പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം വോട്ടർമാർക്ക് വാഗ്ദാനം നൽകിയിരുന്നു. അവിടെ ശ്രീ ദുർഗാമാത ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള ഈ ക്ഷേത്രം മുൻകാലങ്ങളിൽ ദുർഗാ പൂജ, ലക്ഷ്മി പൂജ തുടങ്ങിയ വിശേഷാൽ ദിവസങ്ങളിലുള്ള പൂജകൾ മാത്രമായിരുന്നു. ആ സമയത്ത് മാത്രമാണ് ഈ ഒരു ക്ഷേത്രം തുറന്നു നൽകിയിരുന്നത്. രാഷ്ട്രീയ സംഘർഷങ്ങളും തൃണമൂൽ ഭരണകാലത്തെ നിയന്ത്രണങ്ങളും ക്ഷേത്രത്തിന്റെ പ്രവർത്തനത്തെ അത് സാരമായി തന്നെ ബാധിച്ചിരുന്നു. എന്നാൽ BJPയുടെ ഉജ്ജ്വല വിജയത്തോടു കൂടി തന്നെ ഈ തടസ്സങ്ങളെല്ലാം നീങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ 296 സീറ്റുകളിൽ 206 സീറ്റുകൾ നേടിയാണ് BJP ബംഗാളിൽ ഭരണം പിടിച്ചത്. മമതയുടെ തൃണമൂൽ കോൺഗ്രസ് 80 സീറ്റുകളിലാണ് ഒതുങ്ങിയത്. 92% പോളിംഗ് രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മാറ്റത്തിന്റെ വോട്ട് അവിടെ ചെയ്തതിന്റെ ഒരു പ്രതീകമായി തന്നെ ഈ ക്ഷേത്രം തുറന്ന നടപടിയെ വിശ്വാസികൾ ആ ഒരു രീതിയിലാണ് കണക്കാക്കുന്നത്. ഭജന കീർത്തനങ്ങളുടെയും അതേപോലെ മന്ത്രോച്ചാരണങ്ങളുടെയും ഒക്കെ തന്നെ അകമ്പടിയോടുകൂടി നടന്ന ചടങ്ങ് മണ്ഡലത്തിൽ വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ക്ഷേത്രങ്ങൾ സമാനമായ രീതിയിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നതാണ് BJP കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. ഡൽഹിയും ബംഗാളും പിടിച്ചെടുത്തതോടുകൂടി തന്നെ അജഞ്ചേര എന്ന് കരുതിയ 2 കരുത്തരായ നേതാക്കളെ അവിടെ BJP പരാജയപ്പെടുത്തുകയും, അതായത് വലിയ രീതിയിൽ ബംഗാളിൽ മമതയെ തൂത്തെറിഞ്ഞുകൊണ്ട് വലിയൊരു വിജയമാണ് അവിടെ BJP നേടിയിരിക്കുന്നത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയൊക്കെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ മമതയാകട്ടെ താൻ വീണ്ടും അധികാരത്തിൽ വരുമെന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ മമതയ്ക്കും ഈ ഒരു ഫലം കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. 2011 ബംഗാളിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായ മമത 3 തവണയാണ് തുടർച്ചയായി തന്നെ അവിടെ പരാജയം അറിയാതെ മുന്നേറിയത്. ഇത്തവണ സ്വന്തം മണ്ഡലമായ ഭവാനിപൂരിൽ പോലും BJPയുടെ പരാജയപ്പെട്ടുകൊണ്ട് സ്വന്തം രാഷ്ട്രീയ ഭാവി തന്നെ അവിടെ തച്ചുടയ്ക്കുന്ന രീതിയിലുള്ള ഒരു മത്സരമായിരുന്നു അവിടെ നടന്നത്. ഇത് 2ാം തവണയാണ് സുവേന്ദു അധികാരി മമതയെ പരാജയപ്പെടുത്തുന്നത്. എന്തു തന്നെയായാലും ഈ തിരഞ്ഞെടുപ്പ് ഫലം ഏറെക്കുറെ തന്നെ മമതയ്ക്ക് വലിയ ഒരു കരണത്തടി തന്നെയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. മാത്രമല്ല BJP നൽകിയ ബംഗാളിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് BJP നൽകിയ ഓരോ വാഗ്ദാനങ്ങളും അവിടെ BJP ഒരു പടിപടിയായി തന്നെ നടത്തുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല വരുന്ന 4 ദിവസത്തിനുള്ളിൽ തന്നെ BJP അവിടെ അധികാരം ഉറപ്പിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണത്തിലേറുമെന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഇത് വലിയൊരു ഞെട്ടല് തന്നെയാണ് മമതയുടെ കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നത് ഇവിടെ പറയാൻ സാധിക്കുകയുമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.